പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായി തുടരുന്നതിനിടെ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ വിളിച്ച യോഗം ഇന്ന് നടക്കും. ജില്ലാ കളക്ടേഴ്സും DMOമാരും ഈ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് രാവിലെ 12 മണിക്ക് ഓൺലൈനായിട്ടാണ് യോഗം. പകർച്ചപ്പനി ബാധിച്ച് ഇന്നലെ ആശുപത്രികളിൽ ചികിത്സ തേടിയത് 13,000-ലധികം ആളുകളാണ്. ഷിഗല്ല, ഡെങ്കി, ചിക്കൻ ബോക്സ്, മലേറിയ, എലിപ്പനി എന്നിവയും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധികൾ പടരാതിരിക്കാനുള്ള നടപടികളിലേക്കാണ് സർക്കാർ കടക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു. പറയാം അലക്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം മാറ്റമില്ലാതെ തുടരുന്നു. അത് ഉയർന്ന നിലയിൽ തുടരുകയാണ്. പ്രതിദിന കേസുകളിൽ വലിയ വർധനവ് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പകർച്ചപ്പനി ബാധിതരുടെ പ്രതിദിന എണ്ണം കഴിഞ്ഞ ദിവസം 13,000-ന് മുകളിലാണ്. കഴിഞ്ഞ ഒരാഴ്ച കാലത്തോളമായി അത് 10,000 കേസുകളിന് മുകളിൽ തുടരുന്നു. ഈ പകർച്ചപ്പനി മാത്രമല്ല, ഷിഗല്ല കേസുകൾ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, അതുപോലെ മഞ്ഞപ്പിത്തം തുടങ്ങി പകർച്ചവ്യാധികളെല്ലാം പിടിവിട്ട് തുടരുന്നെന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ പറയാം. ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. അതിനുശേഷം പകർച്ചവ്യാധി വ്യാപനം പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒരു ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ SS ലാൽ ചെയർമാനായ ഒരു കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം മന്ത്രി അറിയിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ജില്ലാ തലത്തിലുള്ള പ്രതിരോധ നടപടികളടക്കം ഊർജിതമാക്കുന്നതിനായി ഇന്ന് DMOമാരുടെയും ജില്ലാ കളക്ടർമാരുടെയും യോഗം വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. ഇന്ന് രാവിലെ 11:30 മണിക്ക് ഓൺലൈനായാണ് ജില്ലാ അധികാരികളുടെ യോഗം മന്ത്രി വിളിച്ചിരിക്കുന്നത്. അതിൽ ഒരുപക്ഷെ എന്തൊക്കെയാണ് ജില്ലകളുടെ സ്ഥിതി, പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട് ജില്ലാടിസ്ഥാനത്തിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തും. ജില്ലാടിസ്ഥാനത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. കാരണം തദ്ദേശാടിസ്ഥാനത്തിലടക്കം താഴെത്തട്ടിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കണമെന്നാണ് ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനം. ചില കേസുകൾ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെ കേസുകൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഈ മാസം ഇതുവരെ, അതായത് ഇന്ന് 17-ാം തീയതിയാണ്, അതായത് 17 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചത് 79 പേർക്കാണ്. ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 924 പേർക്കാണ്. മലേറിയ സ്ഥിരീകരിച്ചത് 41 പേർക്കാണ്. 1343 പേർക്ക് ചിക്കൻ ബോക്സും 363 പേർക്ക് മഞ്ഞപ്പിത്തവും 130 പേർക്ക് എലിപ്പനിയും ഈ 17 ദിവസത്തിനുള്ളിൽ സ്ഥിരീകരിച്ചു എന്നുള്ളത് സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം എത്രത്തോളം രൂക്ഷമാണെന്ന് തെളിയിക്കുന്നതാണ്. ഇന്നലത്തെ ഷിഗല്ല ബാധിതരുടെ എണ്ണം 8 ആണ്. അത് കൊല്ലം 2, ഇടുക്കി 2, കണ്ണൂർ 2, കോഴിക്കോട് 1, വയനാട് 1 ഇങ്ങനെയാണ് ഇന്നലത്തെ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം. ഡെങ്കിപ്പനി ഇന്നലെ സ്ഥിരീകരിച്ചത് 52 പേർക്കാണ്. 252 പേർ ഇന്നലെ ഡെങ്കിപ്പനി രോഗലക്ഷണങ്ങളുമായി ആശുപത്രികളിൽ ചികിത്സ തേടിയതായും ആരോഗ്യവകുപ്പിന്റെ കണക്കുകളിലുണ്ട്. ചിക്കൻ പോക്സ് ഇന്നലെ 85 പേർക്ക് സ്ഥിരീകരിച്ചു. എലിപ്പനി 11 പേർക്കും മലേറിയ 5 പേർക്കും ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 22 പേർക്ക് മഞ്ഞപ്പിത്തവും 2 പേർക്ക് ടൈഫോയിഡും ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരവും ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു മഞ്ഞപ്പിത്ത മരണം കൂടി ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പകർച്ചപ്പനി ബാധിച്ച് ഇന്നലെ മാത്രം ആശുപത്രികൾ ചികിത്സ തേടിയത് 13,196 പേരാണ്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ കണക്ക് മാത്രമാണത്. കൂടുതൽ പനിബാധിതർ ഇന്നലെ മലപ്പുറം ജില്ലയിലാണ് ഈ പനി വ്യാപനം കൂടുതലെന്നുള്ളതാണ് കണക്കുകൾ തെളിയിക്കുന്നത്. പ്രതിദിന കേസുകൾ 2000-ന് മുകളിലാണ്. ആ തരത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് രൂക്ഷമായി തുടരുകയാണ്. എന്താണെങ്കിലും ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, സംസ്ഥാനത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ, മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന് പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെയാണ് ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാതെ പോയതിൻ്റെ കാരണം. അതിനാരും കുറ്റക്കാരല്ല. പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ ആ നടപടികൾ ഊർജിതമാക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമായിരിക്കുന്നത്. എന്താണെങ്കിലും ജില്ലാ അടിസ്ഥാനത്തിൽ ഇന്ന് ജില്ലാ അധികാരികളുടെ DMOമാരുടെയും കളക്ടർമാരുടെയും യോഗം ആരോഗ്യമന്ത്രി വിളിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.